ഹായ്, ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് പപ്സാണ് കേട്ടോ. എഗ്ഗ് പപ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പപ്സ് ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ 1 ഗ്ലാസ് മൈദയാണ് കേട്ടോ. അപ്പോൾ മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇടുവാണേ. അപ്പോൾ മൈദയുടെ അളവൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. സാധാരണ ഓവനിയൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ മൈദ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന ആ പരുവത്തിലുള്ള മാവ് അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ചാണിത് റെഡിയാക്കി എടുക്കുന്നത്. മാവൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ പഫ്സിനുള്ള മാവ് ഞാനിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, എന്നാലേ ഇതൊന്നൊരു മയം കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് വയ്ക്കേണ്ട ഫില്ലിങ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റവിൽ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചേ. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സബോളയും പച്ചമുളകും കൂടി ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള ഞാൻ കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ സബോള ഒന്ന് വഴഞ്ഞ് വന്നിട്ട് നമുക്കത് ചേർക്കാം. നമ്മുടെ സബോള പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സബോള ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കും. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. മസാലയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. സബോള വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേ മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കും. അപ്പോൾ തീ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നേ. ഇനി കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഞാൻ 1 സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്തു. നമ്മുടെ ഗരം മസാലയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ പരത്തിയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ നല്ലപോലെ ഒന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കട്ടെ. ഒത്തിരി വലുപ്പത്തിൽ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ട് നമ്മൾ ഉരുട്ടുന്നുള്ളൂ. ബോൾസ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചപ്പാത്തി പലകയിലോട്ട് വെച്ചാണ് പരത്തുന്നത്. നമുക്ക് ഇച്ചിരി മൈദയും കൂടെ ഒക്കെ തൂവി കൊടുത്ത് നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കണം. ഒത്തിരി വലിയ ബോൾസ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. ആയിക്കഴിഞ്ഞാൽ വലിയ ചപ്പാത്തി പോലെ ആയിപ്പോൾ. അതുകൊണ്ട് ചെറിയ ബോൾസിലാണ് നമുക്ക് ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഉണ്ടാക്കി മാവും കൂടെ തൂങ്ങി നമുക്ക് മാറ്റി നമുക്ക് വെക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ. സാറേ ഞാനിവിടെ പരത്തി വെച്ചു കേട്ടോ. ഇനി ഞാൻ ഈ ടേബിളിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മൈദ നമുക്ക് ഇതറി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൈ കൂടെ വെച്ചൊന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ നെയ്യാണ് ഇത്. നെയ്യ് കുറേശ്ശെ നമുക്കിത് മണ്ടേ കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം.
ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും നല്ലതാണേ. ഇതിൻ്റെ മണ്ടയിൽ കുറേശ്ശെ നമുക്ക് മൈദ തൂക്കി കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. നെയ്യൊക്കെ കുറേശ്ശെ നമുക്ക് തൂത്താൽ മതിയാവും. അതിന് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ തൂക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അപ്പടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇതാ അവസാനത്തെ നമ്മളിതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുത്തു. കുറച്ച് നെയ്യ് കൂടെ നമുക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് പരത്തിയെടുക്കാം. മുഴുവൻ കൂടെ വെച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കുവാണേ. എന്നിട്ട് വേണം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ. ഞാനിത് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടേ. ഒത്തിരി കട്ടിയിലൊന്നും നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ, കട്ടിയൊക്കെ മതിയാവും. ഇനി നമുക്കിത് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് നമ്മുടെ ശകലം വീതിയിൽ നമ്മൾ കണ്ടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് നടുവേ ഇതൊന്ന് കണ്ടിച്ച് വിടാം. നമുക്ക് ഓരോ പീസാക്കാം. ഞാനിതാ നമ്മുടെ ഓരോ പീസാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ സവോളയൊക്കെ എടുത്ത് വഴറ്റി വെച്ചിരിക്കുന്ന എടുത്ത് ചെറിയൊരു സ്പൂണിനകത്താക്കി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പപ്സാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മുട്ട ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടായിട്ട്. അതിലൊരു പീസ് നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 4 സൈഡ് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് പൊട്ടിയിരുന്നുള്ളൂ. നമ്മൾ വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. 4 സൈഡിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ഞാനിതൊന്ന് ചെയ്തെടുക്കട്ടെ. നമ്മളിത് എണ്ണയിലിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് എണ്ണ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോ പപ്സും അതിലേക്ക് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് വേവുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്നാകും കേട്ടോ. നമുക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പിന്നെ കളറ് മാറുന്നവരെ നമുക്കൊന്ന് റെഡിയാക്കാം. പിന്നെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നമുക്ക് കോരിയെടുക്കാം. ഒത്തിരി എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല, കുറച്ച് എണ്ണയെ നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. ശർക്കര സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്കൊന്ന് ഇതാ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് അത് എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഒത്തിരി ആയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ ഇത് കണ്ടോ, നമ്മുടെ പപ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്സ് പോലെ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇത് സമയം പോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും